എല്ലാവർക്കും ആസ്പിർ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ സിനിമകളുടെ OTT അപ്ഡേറ്റ്സ് അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് അയാം കാതലൻ എന്ന സിനിമയെക്കുറിച്ചാണ്. നസ്ലൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ സിനിമയാണ് അയാം കാതലൻ. ഒരു ഹാക്കിങ്ങിന്റെ കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. തിയേറ്ററുകളിൽ നിന്ന് ആവറേജ് അഭിപ്രായം മാത്രം നേടിയ ഈ ഒരു സിനിമ ജനുവരി 17 മനോരമ മാക്സ് വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് പണി എന്ന സിനിമയുടേതാണ്. ജോജു ജോർജ് സംവിധാനം ചെയ്ത് അഭിനയിച്ച ചിത്രമാണ് പണി. തിയേറ്ററുകളിൽ നിന്ന് വൻ വിജയമായി മാറിയ ഈ ഒരു സിനിമ ജനുവരി 16 സോണി ലീവ് വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് മാരിവില്ലിൻ ഗോപുരങ്ങൾ എന്ന മലയാള സിനിമയെക്കുറിച്ചാണ്. ഇന്ദ്രജിത്തും ശ്രുതി രാമചന്ദ്രനും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ഏറ്റവും പുതിയ സിനിമയാണ് മാരിവില്ലിൻ ഗോപുരങ്ങൾ. ഡ്രാമ കാറ്റഗറിയിൽപ്പെട്ട ഈ ഒരു സിനിമ ജനുവരി 17 സൈന പ്ലേ വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് രുതിരം എന്ന സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയെക്കുറിച്ചാണ്. രാജ്ബി ഷെട്ടി, അപർണ ബാലമുരളി എന്നിവർ തകർത്ത് അഭിനയിച്ച ചിത്രമാണ് രുതിരം. തിയേറ്ററുകളിൽ നിന്ന് ആവറേജ് അഭിപ്രായം മാത്രം നേടിയെടുത്ത ഈ ഒരു ചിത്രം ജനുവരി 24 ആമസോൺ പ്രൈം വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് വിടുതലെ പാർട്ട് 2 എന്ന പൊളിറ്റിക്കൽ ക്രൈം ത്രില്ലർ മൂവിയെക്കുറിച്ചാണ്. വിജയ് സേതുപതി പ്രധാന വേഷത്തിലെത്തിയ ഏറ്റവും പുതിയ സിനിമയാണ് വിടുതലെ പാർട്ട് 2. തിയേറ്ററുകളിൽ നിന്ന് ആവറേജ് അഭിപ്രായം മാത്രം നേടിയെടുത്ത ഈ ഒരു സിനിമ ജനുവരി 17 C5 വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് ഹൈഡ് ആൻഡ് സീക്ക് എന്ന തെലുങ്ക് മൂവിയെക്കുറിച്ചാണ്. വിശ്വന്ത്, ശില്പ മഞ്ജുനാഥ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ നിന്ന് നല്ലൊരു വിജയം നേടിയെടുത്ത ഈ ഒരു ചിത്രം ആഹാ വീഡിയോ വഴി ജനുവരി 10 OTT റിലീസ് ചെയ്യുന്നതാണ്. അവസാനത്തെ അപ്ഡേറ്റ് പുഷ്പ 2 എന്ന ആക്ഷൻ ത്രില്ലർ മൂവിയെക്കുറിച്ചാണ്. അല്ലു അർജുൻ, രശ്മിക മന്ദാന എന്നിവർ തകർത്ത് അഭിനയിച്ച് തിയേറ്ററുകളിൽ നിന്ന് റെക്കോർഡ് കളക്ഷൻ നേടിയെടുത്ത ഒരു ചിത്രമാണ് പുഷ്പ 2. ഇപ്പോൾ ഈ ഒരു ചിത്രം ജനുവരി 30 നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അതോടൊപ്പം ജനുവരി 11 ഈ സിനിമയുടെ 20 മിനിറ്റ് എക്സ്റ്റൻഡ് കട്ട് വെർഷൻ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുമെന്ന അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. OTT റിലീസ് ചെയ്യുന്ന സമയത്തും എക്സ്റ്റൻഡ് കട്ട് വെർഷൻ ആഡ് ചെയ്തിട്ടായിരിക്കും OTT റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.